ഓ, ഭഗവതി എഴുന്നള്ളിയോ? മണിക്കൂറുകളായി ദർശനത്തിലേക്ക് കാത്തിരിക്കുകയായിരുന്നു ഈ ഉള്ളവൻ. എനിക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ സംസാരിച്ചാൽ മതി. അച്ഛനുണ്ട് താഴെ. ആരുണ്ടെങ്കിൽ എനിക്കെന്താണ്? എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. മോഹനേട്ടന് എന്താണ് ഇപ്പൊ വേണ്ടത്? നീയും നന്ദയും എന്നോടൊപ്പം ചെന്നൈയിലേക്ക് വരണം. ചെന്നൈയിൽ വന്നാൽ ഞങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടത്? വാടക വീട്ടിലോ? അതിനി ഞങ്ങളെ കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ അച്ഛനെയും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. ആകെയുള്ള തേനിയിലെ സ്ഥലം കൂടി വിൽക്കണം. അതും വിറ്റിട്ട് ഇനി നിങ്ങളിപ്പോ സിനിമ പിടിക്കണ്ട. ഞാൻ വാങ്ങിയതാണ് ആ ഭൂമി, നിന്റെയും കൂടി പേരിൽ വാങ്ങിയെന്നുള്ളൂ. അത് വാങ്ങിക്കാൻ അച്ഛന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ കാര്യം മറന്നുപോയോ? ഞാൻ രക്ഷപ്പെടുന്നതേ നിന്റെ അച്ഛന് സഹിക്കാൻ കഴിയില്ല. മോഹനേട്ടനോട് തർക്കിക്കാൻ ഞാനില്ല. നേരത്തെ പറഞ്ഞതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കിത്തിരി ഉറങ്ങണം. ഓ, നിനക്ക് സുഖമായി ഉറങ്ങാലോ. എനിക്കല്ലേ ഉറങ്ങാൻ കഴിയാത്തത്? ഞാനല്ലേ പരാജയപ്പെട്ടവൻ.